എല്ലാ കൂട്ടുകാർക്കും ഹാക്ക് വിത്ത് എത്തിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതായത് മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് നമ്മൾ ടെർമക്സിനകത്ത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ, അതായത് പേലോഡിന് മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് അർജൻറ്റായിട്ട് തന്നെ വേണം. FUD ആയിട്ടുള്ളൊരു പേലോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകും. ഫസ്റ്റ് വൺ നമുക്ക് മെറ്റാസ്പ്ലോയിറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ടെർമക്സിന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട്. ആയി വരാൻ നിങ്ങൾ നെറ്റിൻ്റെ സ്പീഡ് പോലെ ഇരിക്കും ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻസും കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്ന സ്പീഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ടെർമിനൽസ് ഓപ്പൺ ആയിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പാക്കേജ് അപ്ഡേറ്റ് എന്നതിന് കമാൻഡ് കൊടുക്കുന്നു. ഇപ്പം ഇതിനകത്ത് കളിക്കുന്ന പാക്കേജും കാര്യങ്ങളും അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഫോർബിഡൻ്റ് എന്ന് അതിനെ കാണിച്ചിട്ട് പോകുമെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ, അത് തന്നെ 403 ഫോർബിഡൻ്റ് സോഴ്സ് ലിസ്റ്റ് മെയിൻ്റനൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കേജ് ഇൻസ്റ്റാൾ എക്സോൺ റെപ്പോ കൊടുക്കാം. ഓക്കെ, അത് ഇൻസ്റ്റാളേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഫോർബിഡൻ്റ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ പറയുന്നത് അൺസ്റ്റേബിൾ റെപ്പോ കൊടുക്കുന്നു. ഓക്കെ, അൺസ്റ്റേബിൾ റെപ്പോ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം അപ്പോൾ എല്ലാത്തിനകത്തും ഫോർ എന്നാണ് കാണിച്ചത്. ഇനി പാക്കേജ് ഇൻസ്റ്റാൾ ജിറ്റ് കൊടുക്കുമ്പോൾ ഇനി ഇൻസ്റ്റാൾ ജിറ്റ് അപ്പോൾ ഈ പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അണേബിൾ ടു ലൊക്കേറ്റ് എന്ന് തന്നെ കാണിക്കുവാണെങ്കിൽ കൊടുക്കേണ്ട കമാൻഡും കൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പാക്കേജ്, അതായത് സോഴ്സ് ലിസ്റ്റൊക്കെ റോങ് ആയിട്ട് കിടക്കുന്ന ടൈമിലാണെങ്കിൽ പാക്കേജ് ഇൻസ്റ്റാള് ടെർമക്സ് എന്നൊരു കമാൻഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. എച്ച് ആണ്, സോറി സെറ്റല്ല, അതിനൊരു മൈനസ് കഴിക്കുക. ടൂൾസ് എന്നൊരു കമാൻഡ് കൊടുത്തതിന് ശേഷം എൻ്റർ അടിക്കുക. അപ്പം സോഴ്സ് ലിസ്റ്റ് കാര്യങ്ങളെല്ലാം ശരിയാവും. ഓക്കെ, അപ്പോൾ ഇവിടെ സോഴ്സ് ലിസ്റ്റ് കറൻ്റ്ലി അവൈലബിൾ ആണോ അതൊക്കെ ചോദിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളും ഡേറ്റാസും കാര്യങ്ങളൊക്കെ ന്യൂ വെർഷനിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ന്യൂ വെർഷൻ നമുക്ക് നോക്കാം. ജസ്റ്റ് നമ്മൾ മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിനായിട്ട് നമ്മൾ ഒരു ബ്ലോഗ് സൈറ്റാണ്. ഞാൻ ഇതിൻ്റെ കമൻറ്റും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു എന്താണ് സെർച്ച് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ടെർമക്സ് മെറ്റാസ്പ്ലോയിറ്റ് എന്നുള്ളത് കൊടുക്കുക. ഇത് തന്നെയാണ് ബ്ലോഗ്. ന്യൂ ബാക്കേഴ്സിൻ്റെ ആണെന്ന് തോന്നുന്നു, അത് വിട്ടേക്കുക. ജസ്റ്റ് ഞാൻ ഈ ഒരു കമാൻഡ് എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ആണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതങ്ങ് എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് എളുപ്പത്തിന് ഇൻസ്റ്റാളേഷൻസിന് വേണ്ടി പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി ജസ്റ്റ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇൻസ്റ്റാളേഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനത് കൊടുത്തേക്കാം. അപ്പോൾ എൻ്റെ എല്ലാം ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. അതായത് വേറൊന്നുമല്ല ഇന്നത്തെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻമാപ്പ് ഇൻസ്റ്റാൾ ചെയ്തു, അത് കഴിഞ്ഞതിന് ശേഷം ടെർമിക്സ് ബ്ലാക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് റൂബി 2 ഇൻസ്റ്റാൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ശേഷം മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതാണ് ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ കമാൻഡ് കൊടുത്തേക്കുന്നതെന്ന് അറിയാം. ഇപ്പോൾ ടെർമിക്സ് ബ്ലാക്കാണ് ഇൻസ്റ്റാളേഷൻസും കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ടെർമിക്സ് ബ്ലാക്ക് ഇപ്പം ഇൻസ്റ്റാളേഷൻസും കാര്യങ്ങളും കംപ്ലീറ്റ്ലി ആവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് 1 ബൈ 1 ആയിട്ട് കമാൻഡ് കൊടുത്ത് ചെയ്യാം. അതിപ്പോൾ ഓരോരുത്തരുടെ ഇതാണ്. ഞാനിപ്പം കാര്യം വീഡിയോയിൽ ലെങ്ത് കാര്യങ്ങളും ഒരുപാട് കൂടാതിരിക്കാൻ വേണ്ടി ഞാൻ കാര്യങ്ങൾ ചുരുക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 1 ബൈ 1 ആയിട്ടുള്ള കമാൻഡ് കാര്യങ്ങൾ അടിച്ചു കൊടുക്കേണ്ടി വരും, അതേ ഉള്ളൂ. ഇപ്പോൾ ടെർമിക്സ് ബ്ലാക്കിൻ്റെയാണ് ഈ ഒരു സോഴ്സ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചേക്കുന്നത്. അതൊക്കെ ഞാൻ എസ് കൊടുത്ത് വിടുകയാണ്. ഇപ്പോൾ ടെർമിക്സ് ബ്ലാക്ക് ആകുമ്പോൾ കളർ ചേഞ്ച് വരുന്നതാണ്. ടെർമിക്സ് ബ്ലാക്ക് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ അവിടെ വൈ കൊടുക്കുവാണ്. അതായത് ടെർമിക്സ് എന്നുള്ളത് മാറ്റിയിട്ട് ഡോളർ സിമ്പിൾ മാത്രം, ടെർമിക്സിനകത്തൊക്കെ വർക്ക് ചെയ്യുന്നതിനോട്ട് ഡോളർ സിമ്പിൾ മാത്രം വേണമെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്, കസ്റ്റം ആയിട്ടുള്ള. അപ്പോൾ ഇതാ കളർ ചേഞ്ച് ആയി. ഇപ്പോൾ ടെർമിക്സ് ബ്ലാക്ക് ഇൻസ്റ്റാൾഡ് ആയി എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, ഇനി ഇതിനകത്താണ് മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് ഇൻസ്റ്റാൾ ആവുന്നത്.
ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളതാണ് ഇപ്പം കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ ഇതിന് വൈ കൊടുക്കുകയാണ്. റൂബി 2 ഇൻസ്റ്റാളേഷൻസും കാര്യങ്ങളുമാണ് അതിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. മെറ്റാസ്പ്ലോയിറ്റിൻ്റെയാണ് റൂബി എന്ന് പറഞ്ഞ ഒരു ഇത് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിം വർക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ആവുന്നത്. ഞാൻ അപ്പം ജസ്റ്റ് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആവുന്നിടം വരെ ഞാൻ വീഡിയോ ജസ്റ്റ് പൗസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വീഡിയോയിൽ ഒരുപാട് കൂടിയിരിക്കും. അപ്പോൾ ഓക്കെ, ഞാൻ വീഡിയോ ജസ്റ്റ് പൗസ് ചെയ്യുകയാണ്. നമ്മൾ ആ ഒരു ഇത് ഡൗൺലോഡേഷൻ കഴിഞ്ഞ് ഇപ്പോൾ ഇൻസ്റ്റാളേഷൻസ് കാര്യങ്ങളൊക്കെയാണ് ചടപടാന്ന് പറയേണ്ടത്. ഇപ്പം മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിം വർക്ക് ഇൻസ്റ്റാൾ ആവാൻ വേണ്ടിയുള്ള ഇതാണ്, ഡൗൺലോഡ് ആവാൻ വേണ്ടിയുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. വെബിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻസ്റ്റാളേഷൻ്റെ ഇതാണ് കാണുന്നത്. അത് ഇപ്പോൾ 100% ആവണം. ഇപ്പോൾ 4% ആയിട്ടുള്ളൂ. അത് 100 എത്തണം. അപ്പോൾ പേളിൻ്റെ ഇതൊക്കെയാണ് ഇപ്പോൾ ഇൻസ്റ്റാളേഷൻസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ വീഡിയോ വീണ്ടും പൗസ് ചെയ്യണം. നല്ല ടൈം പിടിക്കുന്ന ഒരു ലെന്താണ്. പെട്ടെന്ന് നെറ്റിൻ്റെ ഫാസ്റ്റ് അനുസരിച്ച് ഇത് കൂടിയും കുറഞ്ഞു നോക്കിയിരിക്കും. ചിലർക്കൊക്കെ എന്താണ് 10, 40, 50 Mbps ഒക്കെ സ്പീഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. മെറ്റാസ്പ്ലോയിറ്റൊക്കെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഇൻസ്റ്റാളേഷൻസും കാര്യങ്ങളൊക്കെ ആവും. ഓരോരുത്തരും നെറ്റ്വർക്കിൻ്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാനിപ്പോൾ ഇവിടെ മൊബൈൽ നെറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് ആണിങ്ങനെ സ്ലോ ആയിട്ട് പോകുന്നത്. ഇതിപ്പോൾ നെറ്റ്വർക്കിൻ്റെ സ്പീഡിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അല്ലല്ല, 67%. നമുക്കിത് 100 എത്തണം. 100 ശേഷം മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ 100 എത്തിയിട്ടുണ്ട്. സ്പീഡിൻ്റെ ആ ഒരു ഇഷ്യൂവിൻ്റെ ആണെന്ന് തോന്നുന്നു ഇങ്ങനെ സ്ലോ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ജസ്റ്റ് വീണ്ടും പൗസ് ചെയ്യുവാണ്, കാരണം ഇൻസ്റ്റാളേഷൻസ് സ്റ്റെപ്പ് ഒരുപാട് നീണ്ടു പോകും വീഡിയോയുടെ. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നു. നമ്മളൊന്നും ഇങ്ങനത്തൊന്നും നോക്കണ്ട. ഇവിടെ ഇനി ഒന്നും ചെയ്യാനില്ല. നമുക്കിപ്പോൾ ഇനിയും ഇത് ഫുള്ളായതിന് ശേഷം സ്റ്റക്കായിട്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോവും. നെറ്റ് വേണം. ഏകദേശം ഒരു 500 MB എങ്കിലും നെറ്റ് വേണ്ടി വരും. ഏകദേശം 1.5 GB എങ്കിലും സ്റ്റോറേജ് സ്പേസും വേണ്ടി വരും. ഒരു ഏകദേശം കണക്ക് പറഞ്ഞതേ ഉള്ളൂ. അത്രയും ചിലപ്പോൾ ആവില്ല, ചിലപ്പോൾ ആവാം. അപ്പം വീഡിയോ ഞാൻ ജസ്റ്റ് വീണ്ടും പൗസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വീഡിയോ ലെന്ത് ഒരുപാട് അങ്ങ് കൂടും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് MSF കൺസോൾ എന്നുള്ള സാധനമാണ്. ജസ്റ്റ് വർക്കിംഗ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ MSF കൺസോൾ അടിക്കുന്നു. അല്ലെങ്കിൽ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടം. ഞാൻ എന്തായാലും ടൈപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു, MSF കൺസോൾ. അപ്പോൾ നമുക്കറിയാൻ പറ്റും മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിം വർക്ക് ഉണ്ടോ, അതായത് റിവേഴ്സ് കണക്ഷൻസും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന ഇതാണ് MSF കൺസോൾ. അപ്പം മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിം വർക്ക് ഇതേപോലെ സ്റ്റാർട്ടിങ് മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിം വർക്ക് കൺസോൾ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ കാണിക്കും. അപ്പം ഇത് നേരെ ആ റിവേഴ്സ് കണക്ഷൻ്റെ ആ ഇതിലോട്ടായിരിക്കും പോകുന്നത്. അതായത് മെറ്റാസ്പ്ലോയിറ്റ് ഇപ്പം ഇൻസ്റ്റാൾഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത പേലോഡ് ഒരു APKക്കകത്ത് എങ്ങനെയാണ് ബൈൻഡ് ചെയ്യുന്നതെന്നുള്ളതാണ് അടുത്ത വീഡിയോയ്ക്കകത്ത് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫോൺ നമ്പരും അതേപോലെ എൻ്റെ ഒരു ഗ്രൂപ്പും ടെലിഗ്രാമിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കും എല്ലാം കൂടെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ഇട്ടേക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുവാണെങ്കിൽ പറഞ്ഞു തരാവുന്നതാണ്.